നിങ്ങൾ എത്തിയോ? എല്ലാരും ചർച്ചയിലാണല്ലോ നാളത്തെ കാര്യത്തില്. അതുകൊണ്ടാ ഞങ്ങൾ അവരെ കാണാതെ അകത്തേറി വന്നത്. ദുർഗേച്ചിക്ക് വഴക്ക് കേട്ട് നല്ല ശീലാണല്ലോ. പിന്നെ ഇപ്പൊ ഒരു ദിവസം വഴക്ക് കേൾക്കാതെ ഒരു മിസ്സിംഗ് ഫീൽ ആയെന്ന് തോന്നുന്നു. ഒന്ന് പോടാ അവിടെ. ഞാൻ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. എടാ ഹലോ. നാളെ എങ്ങനെയാ നമ്മുടെ പരിപാടികൾ? സ്നേഹാലത്തി പോണ്ടേ? പോണം. ടൂറ് കഴിഞ്ഞവര് നാളെ എത്തുന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്ന് അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വരുന്ന വഴിയോടെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഏതായാലും വിളിച്ചു ചോദിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് വെറുതെ തിരിച്ചു വരേണ്ടി വന്നേനെ. അതെ, നമുക്കത് ബുദ്ധിമുട്ടായെങ്കിലും അവിടെയുള്ളവർക്ക് ഇത്തരം ടൂറുകളും യാത്രകളും ഒക്കെ വലിയൊരു ആശ്വാസമായിരിക്കും. നമുക്ക് റിട്ടയർ ലൈഫ് ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് എല്ലാവരെ സഹായിക്കാൻ നിൽക്കാം. അതൊരു നല്ല കാര്യമാവും, നമുക്ക് സന്തോഷമായിരിക്കും. ആ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സമയത്ത് കിരണിന്റെ ഭാര്യയും മക്കളും ഒക്കെ സമ്മതിക്കോ? പ്രത്യേകിച്ച് നമ്മൾ രണ്ടുപേരും പോകാൻ. അതിന് വഴിയുണ്ട്. സമ്മതിക്കുന്ന ഭാര്യ മതിയെന്നല്ലേ? വെരി ഓൾഡ് ക്ലീഷേ കമന്റ്. അല്ല, താൻ തന്നെ ഭാര്യയായ മതി. ഹലോ, എന്താ മറുപടി ഒന്നുമില്ലേ? ചോദ്യോത്തരം ഒരാൾ തന്നെ പറഞ്ഞില്ലേ, ഇനി ഞാനെന്ത് പറയാനാ? ഓക്കെ, അപ്പൊ റിട്ടയർമെന്റ് ലൈഫിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നാളെ രാവിലെ അഷിതയുടെ വീട്ടില് അടുക്കള കാണൽ ചടങ്ങുള്ളതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം സ്നേഹാലയത്തിൽ പോവാം. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ശരി. എന്നാലും ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. ശരിയാ, സത്യം. ഒന്നോർത്താ പൂർണ്ണ പെയ്യുന്ന ഒരൊറ്റ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അല്ലേ? ഓ, ആ മഹിയേട്ട ഇതിനെല്ലാം ചേച്ചി ഇങ്ങനെ കണ്ണടച്ച് സമ്മതിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതിത്ര മനസ്സിലാക്കാൻ എന്താ? അവള് മഹിയേട്ടനെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കി വെച്ചേക്കുമല്ലേ. അതുകൊണ്ടല്ലേ പൂർണിമ പറയുന്നതെല്ലാം ശരിയാണെന്നും ചേച്ചി പറയുന്നതെല്ലാം തെറ്റാണെന്നും മഹിയേട്ടനെ തോന്നുന്നതും ആ രീതിയിൽ പെരുമാറുന്നതും. അതും ശരിയാ. ഇപ്പം വന്ന അഷിതയും പൂർണിമ കയ്യിലെടുക്കും. ഓ, അതിനുള്ള ശ്രമങ്ങളൊക്കെ കല്യാണത്തിന് മുന്നേ തുടങ്ങിയതല്ലേ? മര്യാദയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണാലോചിക്കുക, അതിന് ജാതകത്തിന്റെ പൊരുത്തം പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും കണ്ണിലങ്ങ് പൊടിയിടുക. അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ ഇവരുടെ ജാതകം മാത്രമേ നമ്മുടെ പൃഥ്വിയുടെ ജാതകമായിട്ട് ചേരത്തുള്ളൂ. നല്ല കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പെണ്ണിന്റെ ജാതകമായിട്ട് നമ്മുടെ പൃഥ്വിയുടെ ജാതകം ഒത്തു നോക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് പോലും ഞെടുക്കെ നമുക്കറിയത്തില്ല. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത്? കല്യാണാലോചന നടക്കുന്ന സമയത്ത് പറഞ്ഞുകൂടായിരുന്നു.